അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1506 സൂറത്തുൽ ഇസ്റാ 61 മുതൽ 65 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس قال أأسجد لمن خلقت طينا قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا واستفزز من استطعت منهم بصوتك واجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذ قلنا للملائكة മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ഉസ്ജുദൂ ലി ആദമ, നിങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യുക എന്ന്. ഫസജദു, മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴിച്ച്. ഖാല, അവൻ പറഞ്ഞു, അസ്ജുദു, ഞാൻ സുജൂദ് ചെയ്യാനോ? ലിമൻ ഖലഖത തീന, കളിമണ്ണുകൊണ്ട് നീ പടച്ച ആദമിന് അത് സാധ്യമല്ല എന്നർത്ഥം. ഖാല, പിശാച് പറഞ്ഞു, അറഅയ്തക, അല്ലാഹുവേ നീ എനിക്ക് പറഞ്ഞു താ, ആരാണ് നീ ശ്രേഷ്ഠനാക്കിയിട്ടുള്ള ഈ ആദം എന്ന്. ഹാദല്ലദീ കർറംത അലയ്യ, എന്നെക്കാൾ നീ ആദരവ് നൽകിയിട്ടുള്ള ഈ ആദം അലൈഹിസ്സലാം. ലഇൻ അഖർതനി, എനിക്ക് നീ ആയുസ് പിന്തിപ്പിച്ചു തന്നാൽ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ആയുസ് നീട്ടിത്തന്നാൽ, ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ, ആ ആദമിന്റെ സന്താനങ്ങളെ മുഴുവനും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും, വളരെ കുറഞ്ഞ പേരെ ഒഴിച്ച്. ഖാല, അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ്, നീ പോവൂ. ഫമൻ തബിഅക മിൻഹും, ആ ആദമിന്റെ സന്താനങ്ങളിൽ നിന്ന് നിന്നെ ആരെങ്കിലും പിന്തുടർന്നാൽ, ഫൈന്ന ജഹന്നമ, നിശ്ചയം ജഹന്നമെന്ന നരകം, ജസാഉക്കും, നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിഫലമാണ്. ജസാഅം മൗഫൂറ, പൂർണ്ണമായി നൽകപ്പെടുന്ന പ്രതിഫലം, അല്പം പോലും കുറക്കാതെ. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും, ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരെല്ലാം നീ ഇളക്കി വിടുക. ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. വാജിലിബ് അലൈഹിം, അതേപോലെ അവരുടെ മേലിൽ നീ വിളിച്ചുകൂട്ടുക. ബിഖൈലിക വറജിലിക, നിന്റെ കുതിരപ്പടയാളികളെ കൊണ്ടും കാലാൾ പടയെയും നീ വിളിച്ചുകൂട്ടുക അവർക്കെതിരിൽ. വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തിലും അവരോട് നീ പങ്കാവുക. വഇദുഹും, നിനക്ക് സാധിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം അവർക്ക് നീ നൽകുകയും ചെയ്യുക. വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറ, പിശാച് അവർക്ക് വഞ്ചനയല്ലാതെ വാഗ്ദാനം ചെയ്യുന്നില്ല. ഇന്ന ഇബാദി, നിശ്ചയം എന്റെ അടിമകൾ, ലൈസലക അലൈഹിം സുൽത്താൻ, അവരുടെ മേലിൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല. വഖഫാ ബിറബ്ബിക വക്കീല, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ നിന്റെ നാഥൻ തന്നെ മതി, അങ്ങയുടെ നബിയെ അങ്ങയുടെ നാഥൻ തന്നെ മതിയായവനാവുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിശക്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ, നബിതങ്ങൾക്കെതിരിൽ അവിടുത്തെ നാട്ടുകാരും അതേപോലെ ജനങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള നിഷേധത്തിന്റേതായിട്ടുള്ള വാർത്തകൾ, മുത്തുനബിന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ, ആ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ പറയുമ്പോൾ അത് മുമ്പത്തെ സംഭവമായിട്ടുള്ള ബന്ധം എന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ഉമ്മത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുവെങ്കിൽ എല്ലാ നബിമാരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം പോലും ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നബിതങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മുത്തുനബിക്ക് ആശ്വാസം പകരുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ രംഗത്ത് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളത് എന്നു കാണിക്കാൻ എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കൾ പ്രബോധിത സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നവരുമുണ്ട്, അല്ലാത്ത പുറത്തുള്ള ശത്രുക്കൾ ഉണ്ടാകുന്നവരുമുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാവുക, ആ ശത്രുക്കൾ നമ്മളെ പരമാവധി പ്രയാസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്ന സംഗതികളെല്ലാം എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. തങ്ങളുടെ കാലത്തും അതിന്റെ തുടർച്ചയുണ്ടാകുന്നു. അതുകൊണ്ട് തങ്ങൾ മുൻഗാമികളെപ്പോലെ ക്ഷമയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് ഉണർത്തുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എല്ലാ കാലത്തും പ്രവാചക വിരോധികളായിട്ടുള്ള ആളുകൾ അവരുടെ തെറ്റായ ചിന്താഗതികളെ വാസ്തവത്തിൽ സംവിധാനിക്കുന്നത് പ്രധാനപ്പെട്ട 2 ഹൃദയരോഗങ്ങളിൽ നിന്നാണ്. ഒന്ന് അഹങ്കാരം, മറ്റൊന്ന് അസൂയ. ചിലർക്ക് എന്തേ ഞങ്ങൾക്ക് കിട്ടാത്തത് കിട്ടാൻ എന്ന അസൂയ കാരണത്താലും ഞങ്ങൾ അങ്ങനെയൊന്നും ഇവർക്ക് മുന്നിൽ കീഴൊതുങ്ങിക്കൊടുക്കില്ല എന്ന അഹന്തയും, ഈ 2 കാരണത്താലാണ് എല്ലാ കാലത്തും നിഷേധങ്ങൾ ഉണ്ടായത്. ആ നിഷേധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് വാസ്തവത്തിൽ അഹങ്കാരത്തോടുകൂടെ ധിക്കാരം പറഞ്ഞത് അള്ളാഹുവിനോട് തന്നെ നേരിട്ടാണ്. പ്രവാചകന്മാരെ എതിർക്കുക എന്നതിനപ്പുറം പടച്ചവന്റെ തീരുമാനത്തെ വ്യക്തമായി ചോദ്യം ചെയ്യുക എന്ന നിലപാടാണല്ലോ പിശാച് എടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ മുത്തിന് അള്ളാന്റെ തീരുമാനത്തെ തന്നെ പടച്ചവനോട് നേരിട്ട് ചോദ്യം ചെയ്യുന്ന അവസ്ഥ പിശാചിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെതിരിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വല്ല എതിർപ്പുകളും വരുന്നുവെങ്കിൽ തങ്ങളതത്ര കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്ന് നബിതങ്ങളെ സമാധാനിപ്പിക്കുന്ന രീതിയാണ് രണ്ടാമത്തത്. മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, കഴിഞ്ഞ സൂക്തത്തിന്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനാ. ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുകയും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഭയപ്പെടുത്തുമ്പോൾ അവർക്കത് അഹങ്കാരമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അഹങ്കാരമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അഹങ്കാരം വരുന്നൊരു വഴി, അതിന്റെ ഒരു കാരണം അല്ലാഹു തആല വിശദീകരിക്കുകയാണ് ഇവിടെ ഈ സൂക്തങ്ങളിൽ. അതാണ് ഇവിടെ പറയുന്ന, ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അഹ്തനിക്കന്ന ദുർരിയത്തഹു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെ ഞാൻ കീഴ്പ്പെടുത്തും, എന്റെ പരിധിക്ക് കൊണ്ടുവരും, ഞാൻ എന്തു പറഞ്ഞാലും അതിന് റാൻ മൂളുന്നവരാക്കി ഞാൻ അവരെ മാറ്റും. അപ്പോ ആ ഇബ്ലീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ ഈ ഭയപ്പെടുത്തുന്ന സമയത്തും അഹങ്കാരം എന്ന് പറയുന്നത് അവർക്ക് വർദ്ധിക്കുന്നതിന്റെ കാരണം എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ് ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഉസ്ജുദൂ ലി ആദം, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യൂ എന്ന്. എന്തിനാണ് ആ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കൊടുത്ത കുറെ പ്രത്യേകതകളുണ്ട്, കുറെ മഹത്വങ്ങളുണ്ട്. റൂഹുൽ ബയാൻ തഫ്സീറുൽ ഖാൽ ലിമാലഹു മിനൽ ഫളായിലിൽ മുസ്തൗജിബത്തി ലിദാലിക, നിങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം ആദരിക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ശ്രേഷ്ഠതകൾ ആദം നബി അലൈഹി ഇസ്ലാമിനുണ്ട്, അതുകൊണ്ട് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഫസജദു, അവരെല്ലാവരും മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴിച്ച്. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. കാരണം അവൻ പറഞ്ഞത്, അവൻ പറഞ്ഞു അസ്ജുദു ലിമൻ ഖലഖത തീന, മണ്ണിനാൽ നീ സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യാനോ? അതായത് എന്റെ ഗ്രേഡ് ആദം അലൈഹി ഇസ്ലാമിന്റെ ഗ്രേഡിനേക്കാൾ മേലെയാണ്, ഞാനാണ് പവർ കൂടിയ ആൾ. അതുകൊണ്ട് തന്നെ പവർ കൂടിയ ആള് പവർ കുറഞ്ഞ ആൾക്ക് സുജൂദ് ചെയ്യുന്നത് സാധ്യമല്ല എന്ന അഹങ്കാരമാണ് പിശാച് പറഞ്ഞത്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത്തരത്തിലുള്ള ഒരു അഹങ്കാരം അവൻ പറയാൻ അവൻ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം എന്താ തെറ്റായി മനസ്സിലാക്കിയത്? അവൻ ഉദ്ദേശിക്കുന്നത് തീയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത്. മണ്ണിന്റെ ഗതി താഴോട്ടാണ്, തീയിന്റെ ഗതി മേലോട്ടാണ്. ഇതാണ് അവന്റെ വാദത്തിന്റെ ചുരുക്കം. എല്ലാ കാലത്തും
യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗം ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് ഭയങ്കര ബുദ്ധിയാണ്, യുക്തിയാണ്, ഇതാണ് ലോജിക്ക് എന്നൊക്കെയാണ് അവരെന്ത് ചെയ്യുക, സാധാരണഗതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക എന്ന് മാത്രം. വാസ്തവത്തിൽ തീയും മണ്ണും തമ്മിൽ നമ്മൾ വിശകലനം നടത്തിയാൽ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ മഹത്വം ഏതിനാണ്? തീയിനാണോ? ഒരിക്കലുമല്ല. കാരണം തീയിന്റെ ധർമ്മം സംഹരിക്കുക എന്നത് മാത്രമാണ്, നശിപ്പിക്കുക എന്നത് മാത്രമാണ്. അതേസമയത്ത് മണ്ണിന്റെ ധർമ്മം നിർമ്മാണാത്മകമാണ്, നിർമ്മിക്കുക എന്നതാണ് മണ്ണിന്റെ ധർമ്മം, അല്ലേ? തീയിൽ നമ്മളൊരു വിത്തിട്ടാൽ ആ വിത്ത് മുളക്കില്ല, അത് പടർന്നു പന്തലിക്കില്ല, അതൊരു വടവൃക്ഷമാവില്ല. അതേസമയത്ത് മണ്ണിൽ നമ്മളൊരു വിത്തിട്ടാൽ അത് മുളക്കും, അതൊരു മരമാകും. അത് ചിലപ്പോൾ വിത്തിട്ട സാഹചര്യം അനുസരിച്ച് അത് വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് ഒരു വല്ലാത്ത വിധത്തിലുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും ജനങ്ങൾക്ക് നൽകും. അപ്പൊ യഥാർത്ഥത്തിൽ നിർമ്മാണാത്മകമായ പ്രകൃതിയുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവമുള്ള അത്തരം സംഭാവനകൾ ചെയ്യാൻ സാധിക്കുന്ന മണ്ണ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ അത്ര തന്നെ പവറുള്ളതല്ല സംഹരിക്കാൻ മാത്രം സാധിക്കുന്ന തീ എന്ന് പറയുന്നത്. പക്ഷേ ഇബ്ലീസ് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ തീ ഇങ്ങനെ കത്തിച്ചാൽ മുകളിലേക്കല്ലേ പൊന്തുക, അതേസമയത്ത് മണ്ണ് അന്തരീക്ഷത്തിലേക്ക് വാരിയിട്ടാൽ താഴോട്ടല്ലേ വരിക. അപ്പൊ ഉയർച്ച എനിക്കാണ്, താഴ്ച മണ്ണിനാണ് എന്ന് ധരിച്ചു വശായതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണുകൊണ്ട് പടച്ച ആദമിന് സുജൂദ് ചെയ്യുന്നത്, അത് എന്റെ സ്റ്റാറ്റസിന് മോശമാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ധരിച്ചു വെച്ചതും അവൻ അതിനനുസരിച്ച് അള്ളാഹുവിനെ ചോദ്യം ചെയ്തതും. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ പറയുന്നത് കാണാം, യദ്കുറു തആല അദാവത ഇബ്ലീസ ലഅനഹുല്ലാഹു ലി ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഇബ്ലീസിന്റെ ശത്രുതയാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളോടുമുള്ള ശത്രുത, ആദം നബിയോട് മാത്രമല്ല ആദം നബിന്റെ മക്കളോടും ഇബ്ലീസിന് കടുത്ത ശത്രുതയാണ്. ആ ശത്രുത എന്ന് പറയുന്നത് അന്നഹ അദാവത്തുൻ ഖദീമത്തുൻ മുൻദു ഖലഖ ആദമ, ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച കാലം മുതൽ, അള്ളാഹു പടച്ച കാലം മുതൽ തന്നെ ആ ശത്രുത നിലനിൽക്കുന്നുണ്ട്. കാരണം ഫഇന്നഹു തആല അമറൽ മലായികത ബിസ്സുജൂദ്, മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. ഫസജദു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ് ഒഴിച്ച് ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് മലക്കായോണ്ടല്ല, സുജൂദ് ചെയ്യാൻ അള്ളാഹു തആല കൽപ്പിച്ച ആ ടീമിൽ, ആ കൽപ്പന ബാധിക്കുന്ന സമൂഹത്തിൽ ആരുണ്ടായിരുന്നു? ഇബ്ലീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇബ്ലീസും കൂടാതെ കൽപ്പനയുടെ ഭാഗമായതാണ്. ഇസ്തക്ബറ, അവൻ അഹങ്കരിച്ചു, അബ വിസമ്മതിക്കുകയും ചെയ്തു, അയ്യസ്ജുദ ലഹു, ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ, ഇഫ്തിഖാറൻ അലൈഹി വഇഫ്തിഖാറൻ ലഹു, ആദം നബിയേക്കാൾ പവർ എനിക്കാണെന്ന് ധരിച്ചുകൊണ്ടും അതേപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടും. അതാണ് എല്ലാ കാലത്തുമുള്ള സത്യനിഷേധത്തിന്റെ സാഹചര്യം ശരിയോടുള്ള നിഷേധമാണ്. ഇസ്ലാം ആദരവ് നൽകിയ മഹത്തുക്കളോടുള്ള പരിഹാസമാണ്. ഇത് തുടങ്ങി വെച്ചത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയും ആണ്. എന്നിട്ട് അവൻ പരസ്യമായി തന്നെ അതിന് പറഞ്ഞ ന്യായമാണ്, ആ അസ്ജുദു ലിമൻ ഖലഖത തീന, ഞാൻ മണ്ണിനാൽ നീ പടച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യാനോ? അത് സാധ്യമല്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞില്ലേ, സൂറത്തുൽ അഅറാഫിന്റെ 12ാമത്തെ സൂക്തത്തിൽ, അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്. ഇവിടെ അങ്ങനെ വ്യക്തമായി പറഞ്ഞില്ല, പക്ഷെ അവിടെ നേരത്തെ വിശദീകരിച്ച് നമുക്ക് ഓർക്കണം. അന ഖൈറും മിൻഹു, ഞാൻ ആദം നബിയേക്കാൾ ഉത്തമനാണ്. കാരണം ഖലഖതനി മിൻ നാർ, എന്നെ നീ തീയിൽ നിന്നാണ് പഠിച്ചത്, ഖലഖതഹു മിൻ തീൻ, ആദം നബിയെ കളിമണ്ണിൽ നിന്നുമാണ് പഠിച്ചത്. ആ മണ്ണിന്റെ ഗതി താഴോട്ടാണ്, തീയിന്റെ ഗതി മേലോട്ടാണ്. അതുകൊണ്ട് പ്രകൃതിപരമായി എനിക്ക് ആദമ് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാന്നല്ലാതെ ഞാൻ ആദമിന് സുജൂദ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല എന്നവൻ അഹങ്കാരം പറഞ്ഞു. എന്നാൽ ആ അഹങ്കാരം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകാം. കൂട്ടത്തിൽ അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. നീ മറ്റു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇവിടുന്ന് പുറത്തേക്ക് പോകണം, ഫഇന്നക റജീം ഫഖ്റുജു മിന്നാ ഫഇന്നക റജീം, നീ ഇവിടുന്ന് പുറത്തു പോകണം, നീ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാട്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവന്റെ ഒരു പ്രഖ്യാപനാണ്, കാല, അവൻ പറഞ്ഞു, അറായിത്തക, അള്ളാഹുവേ നീ എനിക്ക് പറഞ്ഞുതാ, നീ ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ഈ ആദം നബി ഉണ്ടല്ലോ, ഹാദല്ലദീ കർറംത അലയ്യ, എന്നെക്കാൾ നീ ആദരവ് നൽകിയിട്ടുള്ള ഈ ആദമുണ്ടല്ലോ, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമത്തി, അന്ത്യനാൾ വരെ എന്നെ നീ പിന്തിപ്പിച്ചാൽ, മരിപ്പിക്കാതെ ജീവിക്കാനുള്ള അവസരം എനിക്ക് നീ നൽകിയാൽ, ലഅഹ്തനികന്ന ദുർരിയതഹു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയെ ഞാൻ കീഴ്പ്പെടുത്തും, എന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും, എന്റെ ചൊൽപ്പടിക്ക് നിർത്തും, ഇല്ലാ ഖലീലൻ, കുറഞ്ഞ ആളുകളെ വെച്ച്. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടുതൽ മക്കളെയും ഞാൻ എന്റെ കീഴിൽ, എന്റെ പരിധിയിൽ നിർത്തും, ഞാൻ പറയുന്നത് അനുസരിക്കുന്ന
എനിക്ക് ഹല്ലേലൂയ പാടുന്നവരാക്കി ഞാൻ അവനെ മാറ്റും എന്ന് ഇബ്ലീസ് പറഞ്ഞു. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അല്ലാഹു പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് നീ പോ, ഫമൻ തബിഅക മിൻഹും, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് നിന്നെ ആരെങ്കിലും പിന്തുടർന്നാൽ ഫഇന്ന ജഹന്നമ ജസാഉക്കും, ജഹന്നം എന്ന നരകം നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിഫലമാണ്. ജസാഅൻ മൗഫൂറ, പൂർത്തിയാക്കപ്പെട്ട പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറക്കാതെ പൂർണ്ണമായി നിങ്ങൾക്ക് അല്ലാഹു ജഹന്നം എന്ന നരകത്തിന്റെ എല്ലാ ശക്തിയോടുകൂടെയുള്ള പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരും. നിനക്കെന്തായാലും അതുണ്ട്. നിന്നെ ഫോളോ ചെയ്യുന്ന ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയും അത് അനുഭവിക്കേണ്ടവർ തന്നെയായിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി പറയാണ്, വസ്തഫ്സിദ് മനിസ്തതഅത മിൻഹും, ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരൊക്കെ നീ ഇളക്കി വിടൂ. ബിസൗത്തിക, നിന്റെ ശബ്ദം കൊണ്ട്, വജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക, നിന്റെ കുതിരപ്പടയും അതേപോലെ കാലാൾപ്പടയെ വിളിച്ചു കൂട്ടുക അവർക്കെതിരിൽ, എന്നിട്ട് അവരെ നിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ നിന്നെക്കൊണ്ടാകുന്ന എല്ലാ കുതന്ത്രങ്ങളും നീ പ്രയോഗിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതോടൊപ്പം തന്നെ ശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തുക്കളിലും നീ അവരുമായി കൂറാവുക, അവരുടെ സമ്പത്തിൽ നീ പങ്കുചേർന്നോളൂ, സന്താനങ്ങളിലും നീ പങ്കുചേർന്നോളൂ. വൈദുഹും, അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തോളൂ. മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടുപോകുന്ന സാധുക്കൾക്ക് നീ വാഗ്ദാനം നൽകുകയും ചെയ്തോളൂ. വാസ്തവത്തിൽ ഒമായതുഹും ശൈത്വാനു ഇല്ലാ ഗുറൂറ, പിശാച് വഞ്ചന മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് അവന്റെ വാഗ്ദാനമൊക്കെ കുറിപ്പിന്റെ ഉറപ്പ് പോലെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും നടപ്പാകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത കുറച്ച് മിസ്കീന്മാരാണ് ആരിൽ പെട്ടുപോകുന്നത്, ഇവന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല പറയാണ്, നിന്റെ ശബ്ദം മുഖേന നിനക്ക് സാധിക്കുന്നവരെ നീ ഇളക്കി വിടുക എന്ന് പറഞ്ഞാൽ നിന്റെ വൈകാരികമായുള്ള നിന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന എല്ലാ ശൈലികളും നീ പ്രയോഗിച്ചോളൂ. അങ്ങനെ പിശാചിന് നമ്മളെ വഴിതെറ്റിക്കാൻ, പിശാചിന്റെ കെണിവലകൾ എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥമുള്ളതാണ്. താൽക്കാലികമായിട്ടുള്ള കുറെ വികാരങ്ങൾ, കുറെ സന്തോഷങ്ങൾ, താൽക്കാലികമായിട്ടുള്ള ചില വിനോദങ്ങൾ, ഇതൊക്കെയാണ് പിശാചിന്റെ ഈ ശബ്ദം എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഈ നമ്മുടെ സംഗീതങ്ങൾ പിശാചിന്റെ പ്രത്യേകമായിട്ടുള്ള ഭാഗമാണ്, പിശാചിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കെണിവലയുടെ ഭാഗമാണ്. അതിൽ മനുഷ്യനെ കുരുക്കിയിട്ട് അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ആളുകൾ കൊണ്ടുപോകാൻ സംഗീത നിശകൾ പലപ്പോഴും, സദസ്സുകൾ പലപ്പോഴും അത്തരത്തിലുള്ള തെറ്റായ പല സംഗതികളിലേക്കും എത്തിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സംഗീതം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിനോദങ്ങൾ മാത്രമല്ല, കുല്ലു ദാഇൻ ദആ ഇലാ മഅസിയത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ എതിർക്കാൻ, അള്ളാഹുവിനെ നിഷേധിക്കാൻ, അവന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാൻ കൽപ്പിക്കുന്ന എല്ലാ കൽപ്പനകളും പിശാചിന്റെ ശബ്ദം എന്നതിന്റെ ഗണത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശരിയായ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ പ്രാപ്തമാക്കുന്ന എല്ലാ വിധത്തിലുള്ള സംഭാഷണങ്ങളും ചർച്ചകളും അതെല്ലാം തന്നെ ഈ പിശാചിന്റെ ശബ്ദം എന്നതിന്റെ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ്. ആ ശബ്ദം ഉപയോഗിച്ച് നീ ഇളക്കി വിട്ടോളൂ, ആളുകളെ നിന്നിലേക്ക് നീ പരമാവധി കൂട്ടിക്കോളൂ, നിന്റെ കാലാൾപ്പടയെയും അതേപോലെ തന്നെ കുതിരപ്പടയെയും ഈ ജനങ്ങൾക്കെതിരിൽ നീ വിളിച്ചു കൂട്ടിക്കോളൂ. അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള നിന്നെ അനുസരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഉപയോഗിച്ച് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ ദുർബോധനം നടത്താൻ നിനക്ക് സാധിക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അതെല്ലാം നീ ചെയ്തു വെച്ചോളൂ. അതോടൊപ്പം തന്നെ ശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദി, സന്താനങ്ങളിലും സമ്പത്തുക്കളിലും അവരോട് നീ കൂറായിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തുന്നത് പോലെ അവരുടെ സമ്പത്തും സന്താനങ്ങളൊന്നും നേരായ മാർഗത്തിലൂടെ അല്ലാതെ സംവിധാനിക്കുന്നു. അപ്പൊ പലിശ വാങ്ങിയിട്ട് പണം ഉണ്ടാക്കുക, അത് പിശാചിന്റെ ദുർബോധനത്തിന്റെ ഭാഗമാണ്. നുണ പറഞ്ഞിട്ട് പൈസ വാങ്ങുക, അതേപോലെ തന്നെ തട്ടിപ്പുകൾ നടത്തി, കളവ് നടത്തി, അങ്ങനെയൊക്കെ പണം വാങ്ങുന്നതൊക്കെ പിശാചിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ പണം ഉണ്ടാക്കിയാൽ അത് അതിന്റെ ഒരു പങ്ക് ആർക്കും കൂടെ ഉള്ളതാണ്, പിശാചിനും കൂടെ ഉള്ളതാണ്. വ്യഭിചാരത്തിലൂടെ സന്താനോൽപാദനം നടത്തുക, അത് പിശാച് പങ്കാളികളാകുന്ന സംവിധാനമാണ്.
അതേപോലെ തന്നെ നമ്മൾ സ്വന്തം ഭാര്യയോട് ബന്ധപ്പെടുമ്പോൾ പോലും അള്ളാഹുവിന്റെ ദിക്ർ നമ്മൾ വിസ്മരിച്ചാൽ പിശാചിൽ പങ്കാളിയാവുന്ന ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ പിശാചിന്റെ പങ്കാളിത്തം സന്താനങ്ങളിലും അതേപോലെ സമ്പത്തിലുമൊക്കെ നീ എന്ത് ചെയ്യാ കൂറാവുക അവരോട് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റേതായിട്ടുള്ള അവന് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം എന്ന രൂപത്തിൽ പറഞ്ഞു. അള്ളാഹുവിന് എതിരിൽ വരുന്ന പടച്ചവന്റെ തീരുമാനത്തിന് വെല്ലുവിളിക്കുന്ന എല്ലാം ഈ പറഞ്ഞ ഗണത്തിൽ വരുമെന്നാണ് ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മൊത്തത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞതിന് ശേഷം അവസാനമായിട്ട് പറഞ്ഞത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു കുഞ്ഞിന് പേരിടുന്നത് പോലും ഈ പറഞ്ഞതിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടും എന്നാണ്. അപ്പൊ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഏതു രീതിയുമായി ബന്ധപ്പെടുന്ന സംഗതികളും ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. അതിന് നിനക്കാവുന്നതൊക്കെ നീ ചെയ്തോളൂ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വഅദുഹും അവർക്ക് നീ വാഗ്ദാനം നൽകിക്കോളൂ. പുനർജന്മമില്ല, ഈ ജീവിതം തന്നെയാണ് ജീവിതം. അതുകൊണ്ട് ഇവിടെ ലൈഫ് എൻജോയ് ചെയ്യണം. ഇസ്ലാമിന്റെ തീരുമാനങ്ങളനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതില്ല, നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല എന്നിങ്ങനെയുള്ള തെറ്റായ വാദഗതികൾ വാഗ്ദാനങ്ങൾ അവർക്ക് നീ നൽകിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ അല്ലാഹു നമ്മളോടൊരു കാര്യം പറഞ്ഞു, മാ യഅദുഹു ശൈത്വാനു ഇല്ലാ ഗുറൂറ. പിശാച് അവർക്ക് വഞ്ചന മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പിശാചിന്റേതായിട്ടുള്ള ഈ ദുർശൈലികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ പല വാഗ്ദാനങ്ങളും നമുക്ക് തരും. പക്ഷെ ആ വാഗ്ദാനങ്ങളെല്ലാം ചതിയായിരിക്കും, വഞ്ചനയായിരിക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പാക്കപ്പെടുന്ന വാഗ്ദാനങ്ങളായിരിക്കില്ല എന്നർത്ഥം. അപ്പൊ മരിച്ചതിന് ശേഷം പുനർജന്മല്ല എന്നും അവന്റെ വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം, ഈ ലൈഫ് നിങ്ങൾ പരമാവധി എൻജോയ് ചെയ്തോളൂ. അതിന് ശരിയും തെറ്റൊന്നും നോക്കണ്ടയില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ മാറിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആളുകളൊക്കെ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നാണ് പലരും പറയുന്നത്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഈ പിടിവിട്ട പോക്കുണ്ടല്ലോ, ആ പോക്ക് അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ വിഷമകരമായ സാഹചര്യങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ ഇനിയും സാധിക്കാത്ത ജനങ്ങളുടെ കാര്യം കട്ടപ്പോക എന്നല്ലാതെ നമുക്കെന്തു പറയാൻ പറ്റും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ ഖുർആൻ തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിനെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഈയാടേങ്കായി ഞങ്ങളൊക്കെ ഈ വിധത്തിൽ എത്താൻ കാരണം എന്ന് പറയുമ്പോൾ പിശാച് കൂളായിട്ട് പറഞ്ഞൊരു വാക്കില്ലേ, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വഅഅ്തുകും ഫഅഖ്ലഫ്തുകും മൗഇദി. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം തന്നു, അത് ശരിയായിരുന്നു, അത് അള്ളാഹു പാലിച്ചു. അതേസമയത്ത് ഞങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്തു, ആ വാഗ്ദാനത്തിൽ ഞാൻ ലംഘനവും കാണിച്ചു, എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും കഴിയില്ല, നിങ്ങളായിട്ട് എനിക്കൊരു ബന്ധമല്ല, നിങ്ങളുടെ പേരിൽ അധികാരം എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് നിങ്ങൾ അതിന്റെ പിന്നാലെ എനിക്ക് ഹല്ലേലൂയ പാടി കൂടെ കൂടിയതല്ലേ, അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞ് പിശാചി നൈസായിട്ട് കൈയൊഴിയും എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിശാചിന്റെ വാഗ്ദാനം അത് തെറ്റായ വഞ്ചനാപരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. എന്നാൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ ശരിയായ അടിമകൾ എന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള അള്ളാഹു ആകുന്ന യജമാനനെ അടിമപ്പണിയെടുക്കും. അഥവാ അള്ളാഹു അടിമയാണ്, അള്ളാഹു ഉടമയാണ്, ഞാൻ അടിമയാണ്. അതുകൊണ്ട് ഉടമയായ അള്ളാഹുവിന്റെ തീരുമാനവും ഇഷ്ടവുമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ നടപ്പാക്കേണ്ടത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്കൊരു അധികാരമല്ല. അതായത് പിശാചിന്റെ ദുർബോധനങ്ങൾ ഏതൊക്കെ വിധത്തിൽ മാടി വിളിക്കുമ്പോഴും ഏതൊക്കെ വിധത്തിൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും ശരിയായ അടിമകൾ ഇതൊക്കെ പിശാചിന്റെ കെണിവലകളാണ് എന്ന് മനസ്സിലാക്കും, അവർക്ക് തിരിച്ചറിവുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ വഴിതെറ്റിക്കാൻ നിനക്ക് സാധിക്കില്ല. വകഫാ ബിറബ്ബിക വക്കീല, നബിയെ ഭരമേൽപ്പിക്കപ്പെടാൻ തങ്ങളുടെ നാഥൻ തന്നെ മതിയായവനാണ്. അഥവാ ഒരു ശരിയായ വിശ്വാസി എല്ലാം അള്ളാഹുൽ ഏൽപ്പിച്ച് ഒരിക്കലും തന്നെ പിശാചിന്റെ ശത്രുവാണ്, അവന് വഴങ്ങിക്കൊടുക്കുന്ന, അവനെ സന്തോഷിപ്പിക്കുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന നിർബന്ധ ബുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.